പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 2:19 തിരുവചനം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. സ്വർഗം തുറക്കുന്ന താക്കോലാണ് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. പീഡകളും നിന്ദനങ്ങളും ഏറ്റ യേശുവിന് നമ്മുടെ വേദനകൾ മനസ്സിലാവും. നമ്മുടെ കണ്ണുനീര് ദൈവം കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം നമ്മെ കാത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനം ഏറ്റ യേശുവിൻ്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് സഹനങ്ങൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നത്. യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? അന്യായമായി യേശുവിന് പീഡനവും നിന്ദനങ്ങളും അവഗണനയും ഒറ്റിക്കൊടുക്കലും എല്ലാം ഉണ്ടായപ്പോൾ യേശു ഒന്നും സംസാരിച്ചില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു. ഈ മനോഭാവത്തോടെ വേണം നാം സഹനങ്ങൾ ഏറ്റെടുക്കുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഫിലിപ്പി 1:29 തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ നാം സ്വീകരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. മാത്രമല്ല, വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണമെന്നാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വേദനകളെല്ലാം യേശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യേശുവിനെ പോലെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ സഹനങ്ങൾ കൃപകളായി മാറുന്നത്, നമ്മുടെ ജീവിതം ധന്യമായി മാറുന്നത്. ഇത് നമ്മുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമം കൊണ്ട് സാധിച്ചെന്ന് വരില്ല. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം നാം ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ നിത്യസഹായകനായി പരിശുദ്ധാത്മാവുണ്ട്. എപ്പോഴും വചനങ്ങൾ ഓർമ്മിപ്പിച്ച് തരികയും ക്ഷമിക്കുവാനുള്ള ശക്തി തരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുവാനാണ് അനുദിനം നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.